ബിനു, നടൻ ഷൈൻ ടോം ചാക്കോ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. ഷൈൻ്റെ പിതാവ് മരിച്ചു, മാതാവിന് പരിക്കേറ്റു, ഷൈനും വലിയ പരിക്കേറ്റിട്ടുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ഇത് സേലത്തിനടുത്ത് പാലക്കോട് മൂന്ന് സ്ഥലത്ത് വെച്ചാണ് ഇന്നിപ്പോൾ രാവിലെ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ലോറിയിൽ ചെന്ന് ഇവർ സഞ്ചരിച്ച കാർ ഇടിക്കുകയായിരുന്നു. അപ്പോൾ സഹോദരനുണ്ടായിരുന്നു, അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. ഡ്രൈവറുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഒരുപക്ഷെ ഡ്രൈവറെ മാറ്റിയിട്ട് ഇവരിൽ ആരെങ്കിലും വാഹനം ഓടിച്ചോ എന്നുള്ളതും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഷൈനെങ്ങാനും വണ്ടി ഓടിച്ചോ എന്നറിയില്ല. ഏതായാലും ലോറിയിൽ ചെന്ന് ഇടിച്ച് കയറിയായിരുന്നു. കാർ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു. കാരണം ഡ്രൈവർ ഉറങ്ങിയതാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. ഏതായാലും പിതാവ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഷൈനിന് 2 കൈക്കും പരിക്കുണ്ട്, 2 കൈക്കും ഒടിവുണ്ട്. അതിലൊരു കൈക്ക് ശസ്ത്രക്രിയ നടത്തണമെന്നാണ് പറയുന്നത്. ഷൈൻ്റെ പിതാവിൻ്റെ മൃതദേഹം അവിടെ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആയിരിക്കും അത് നാട്ടിലേക്കൊക്കെ കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ ഷൈൻ്റെ അമ്മയ്ക്കും പരിക്ക് കുറച്ച് ഗുരുതരമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. സഹോദരനും ഉണ്ടായിരുന്നു. ഷൈൻ്റെ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ സേലത്തിനടുത്ത് പോയതെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഷൈൻ ടോം ചാക്കോ നിരവധി വിവാദങ്ങളിൽ പെട്ടിരുന്നു. മയക്കുമരുന്ന് ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിലൊക്കെ പെട്ടിരുന്നു. നടി വിൻസി അലോഷ്യസൊക്കെ ഷൈനെതിരെ പരാതി കൊടുത്തിരുന്നു. കാരണം സിനിമാ സെറ്റിലൊക്കെ വെച്ച് മോശമായി പെരുമാറി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനുശേഷം ഷൈൻ്റെ കുടുംബം ഷൈനെ പിന്തുണച്ച് തന്നെയാണ് രംഗത്ത് വന്നത്. അച്ഛൻ പറഞ്ഞത് മകനെ ഓർത്ത് അഭിമാനമുണ്ട് എന്ന രീതിയിലായിരുന്നു പറഞ്ഞത്. മകൻ്റെ പേരിലാണ് ഞങ്ങളിപ്പോൾ അറിയപ്പെടുന്നത് പോലും. സാമ്പത്തികമായും ഒക്കെ ഭദ്രത കൈവരിക്കാൻ മകൻ സിനിമയിൽ പോയത് വഴി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഷൈനും ഒരു പെൺകുട്ടിയുമായി വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞതായിരുന്നു. പിന്നീട് ആ ബന്ധം പോവുകയായിരുന്നു. ഷൈൻ പലതവണ ഇത്തരത്തിൽ രാസലഹരിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള കേസിലൊക്കെ അറസ്റ്റിലായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു ഹോട്ടലിൽ റൂമെടുത്ത് അവിടെ നിന്നും ഹോട്ടലിൻ്റെ ജനൽ വഴി ചാടി പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ ഷൈനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാഹനം ഇനി ഷൈൻ വല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഓടിച്ചതാണോ എന്നതൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഡ്രൈവർ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഈ ഷൈൻ ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡ്രൈവറിൽ നിന്ന് ഞാൻ വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി ഓടിച്ചതാണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് ലഹരി മോചന കേന്ദ്രവുമായി ബന്ധപ്പെട്ടൊക്കെ ഷൈൻ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി മാറ്റം വരും, താനിനി ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് മാറും എന്ന രീതിയിലും ഷൈൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇനി പോലീസ് പറയേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണത്തിലൂടെ മാത്രമേ അത് കണ്ടെത്താൻ കഴിയൂ. ഏതായാലും വലിയ വിഷമം ഉണ്ടാക്കുന്നൊരു വാർത്ത തന്നെയാണ് രാവിലെ നമുക്ക് കേൾക്കേണ്ടി വന്നത്. കാരണം ഷൈൻ ടോം ചാക്കോ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട് പിതാവ് മരിച്ചു എന്ന് പറയുമ്പോൾ അത് കേരളത്തിലുള്ള എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്ന ഒന്നാണ്. കാരണം ഷൈൻ പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു വാർത്ത ആരെയും വേദനിപ്പിക്കും. തീർച്ചയായും ഷൈൻ എന്ന് പറയുന്ന നടനെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്, അതിൽ യാതൊരു കുഴപ്പമില്ല. ഷൈൻ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യാറുണ്ട്. വില്ലനായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വില്ലനെ ഒന്ന് കൊന്നാലോ എന്ന് തോന്നുന്ന അത്ര ദേഷ്യം തോന്നുന്ന കഥാപാത്രങ്ങൾ വരെ ഷൈൻ ചെയ്തിട്ടുണ്ട്. കാരണം അതൊരു നടനെ സംബന്ധിച്ചിടത്തോളം വിജയമാണ്. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും പ്രതിഭയോടുകൂടി ആ വേഷത്തെ അഭിനയിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്ന താരത്തിൻ്റെ കഴിവ് തന്നെയാണ്. നമുക്കറിയാം, ഇപ്പോൾ തുടരും എന്ന സിനിമയിലെ പോലീസുകാരനായ വില്ലൻ എത്രത്തോളമാണ് നമ്മളെ സ്വാധീനിച്ചത്, എത്രത്തോളം ആ വില്ലൻ്റെ കഥാപാത്രം ഗംഭീരമായി എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ അതുപോലെ നമുക്ക് ഷൈനെ കണക്കാക്കുമ്പോൾ ഷൈൻ്റെ വേഷങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഭീഷ്മയിലേക്ക് വേഷങ്ങളൊക്കെ എടുത്തു പറയേണ്ടതാണ്. അതിഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമകളെല്ലാം തന്നെ നമുക്ക് ഇഷ്ടവുമാണ്. പക്ഷേ ഈ ലഹരിയുടെ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ചെറിയ വിയോജിപ്പുള്ളത്. കാരണം അതൊരു ശരിയായ നടപടിയല്ല. കാരണം സ്ത്രീകളടക്കമൊക്കെയുള്ള സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അവരോട് മോശമായി പെരുമാറുക എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ വിമർശിക്കേണ്ട ഘട്ടത്തിൽ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു ദുഃഖകരമായ അവസ്ഥയാണുള്ളത്. കാരണം ഷൈൻ്റെ പിതാവ് വാഹനാപകടത്തിൽ മരിച്ചിരിക്കുന്നു എന്നുള്ളതും ഈ പിതാവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ, ഷൈൻ അടക്കമുള്ള ഷൈൻ്റെ ബന്ധുക്കളും ഒക്കെ ഉള്ളവർക്കും പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഷൈൻ ഇത്തരം ഒരു മാറ്റത്തിലേക്ക് തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ നേരത്തെ വന്നിരുന്നു. ഇവർ പറഞ്ഞതുപോലെ ലഹരി മോചന കേന്ദ്രത്തിൽ ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ പോയി ചികിത്സ തേടുകയും എനിക്ക് തോന്നുന്നത് ഷൈൻ അത്രയ്ക്കൊന്നും ആവശ്യം വരില്ല. ചികിത്സ ഒരു പ്രോപ്പറായിട്ടുള്ള വലിയ ചികിത്സയൊന്നും വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയ്ക്കൊക്കെ വിൽ പവറുള്ള ആളാണ്.
ഇതിനെയൊക്കെ ഈ പറയുന്ന അഡിക്ഷനെയൊക്കെ മറികടക്കാനായിട്ടൊക്കെ നിസ്സാരമായിട്ട് ഉപയോഗവും കുറച്ച് മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചാൽ, സിനിമകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ യോഗ, മറ്റു കാര്യങ്ങൾ, വ്യായാമം, ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക, നല്ല ആഹാരത്തിലേക്കൊക്കെ മാറുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടും. പക്ഷേ ഇവിടെ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ അപകടമാണ്. ഈ അപകടത്തെപ്പറ്റി വ്യക്തമായ, ബിനു പറഞ്ഞതുപോലെ തന്നെ വ്യക്തമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഈ എങ്ങനെയാണ് അപകടമുണ്ടായത്? കാരണം നമുക്കറിയാം, ഈ സിനിമാ താരങ്ങളൊക്കെ അപകടത്തിൽപ്പെടുന്നതിന് പിന്നാലെ വലിയ വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട്. ജഗതിയുടെ ആ വാഹനാപകടം നമുക്കറിയാം, ജയശ്രീകുമാർ വാഹനാപകടത്തിൽപ്പെട്ടതിനെ പറ്റിയിട്ട് പല തിയറികളും ഒക്കെ ഉണ്ടായിരുന്നു. അത് നമുക്ക് പല ഈ കോൺട്രവേഴ്സികളാകുന്നത് കൊണ്ട് തന്നെ നമ്മൾ അധികം ഇതിലേക്ക് പോകണ്ട. അത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നു. ബാലഭാസ്കറിൻ്റെ അപകടമായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട അപകടം. അതിനെപ്പറ്റി വലിയ വിവാദങ്ങളുണ്ടായി, CBI വരെ വന്ന് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ അപകടങ്ങളൊക്കെ, പല അപകടങ്ങൾ എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതിനെ പറ്റിയിട്ട് വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയരാറുണ്ട്. അത്തരത്തിലുണ്ടാകുന്ന ഒരു അപകടങ്ങളെ വലിയ ശ്രദ്ധയോടുകൂടി, അതുകൊണ്ട് തന്നെ ഈ VIP-കളൊക്കെ സഞ്ചരിക്കുന്ന വാഹന, സിനിമാ താരങ്ങളായാലും ശരി തന്നെ, ഈ രാഷ്ട്രീയ നേതാക്കളായാലും ശരി തന്നെ, അങ്ങനെയുള്ളവരൊക്കെ സഞ്ചരിക്കുന്ന ഇപ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെ കൃത്യമായി അന്വേഷിക്കാറുമുണ്ട്. എന്തുകൊണ്ട് അപകടമുണ്ടായി എന്നുള്ളതിനെ പറ്റിയിട്ട്, അപകടങ്ങൾക്ക് പിന്നിൽ മറ്റു കാരണങ്ങളുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ആ അപകടത്തെപ്പറ്റി എന്തായാലും ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ നമുക്ക് ഷൈൻ്റെ പിതാവിന് ആദരാഞ്ജലി അർപ്പിക്കാം. ഒപ്പം ഷൈൻ്റെ ഒപ്പമുള്ളവർ പെട്ടെന്ന് ഈ അപകടത്തിൽ നിന്ന് മുക്തരാകട്ടെ, വേദനകളിൽ നിന്ന് മുക്തരാകട്ടെ എന്ന് പ്രത്യാശിക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചിടത്തോളം ഏറെക്കാലമായി ഇപ്പോൾ കുറേയേറെ പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്നൊരു സമയം കൂടിയാണ്. അദ്ദേഹം ഒരു കേസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ സിനിമയിൽ ലഹരി ഉപയോഗിച്ചു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയെന്നടക്കമുള്ള പരാതി ഒക്കെ പോയിരുന്നതിന് ശേഷം ഷൈൻ ഈ പറഞ്ഞതുപോലെ തനിക്ക് മാറണം എന്നുള്ള ഒരൊറ്റ ചിന്താഗതിയോടുകൂടിയാണ് ഇത്തരത്തിൽ ചികിത്സയ്ക്ക് തയ്യാറായത്. അതൊരു നല്ല മാറ്റമായി തന്നെ കാണാം. പക്ഷേ ഈ ഒരു ദുരന്തം ഷൈനെ വലിയ രീതിയിൽ ഉലയ്ക്കാം. കാരണം സ്വന്തം അച്ഛൻ, പിതാവ് മരിച്ചിരിക്കുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒപ്പം നിന്ന ആൾ കൂടി. അതെ, കാരണം അതായത് ഷൈനെ കേസ് ഞങ്ങൾ നോക്കിക്കോളാം, ഇതിനു മുമ്പ് കേസ്, അപ്പോൾ അത്ര ബോൾഡായിട്ട് മകനെ സംരക്ഷിക്കുകയും അതോടൊപ്പം തന്നെ മകനെ തിരുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. പിതാവ് ചെയ്ത ഏറ്റവും വലിയ ധർമ്മം അതാണ്. മകനെ ഈ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോവുകയും അങ്ങനെ തിരുത്തുകയും കൂടെ ചെയ്തു എന്നുള്ളിടത്ത് ആ പിതാവിന്റെ പ്രസക്തി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. സംരക്ഷിക്കുക മാത്രമല്ല, തിരുത്തുകയും ചെയ്തു. ഷൈനെ ഈ പറയുന്ന ലഹരി മുക്തമാക്കാനായിട്ടുള്ള പ്രവൃത്തിയിലായിരുന്നു അവർ, ആ യാത്രയിലും കൂടി ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ പിതാവ് അന്ന് മകനെ സംരക്ഷിക്കുന്നതിനോടൊപ്പം കൃത്യമായി തിരുത്താനുള്ള മാർഗവും കണ്ടിരുന്നു. മകന് വേണ്ടി സ്നേഹത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു പിതാവാണ്, അച്ഛനാണ്. ഷൈൻ്റെ അമ്മയും അതുപോലെ തന്നെയാണ് അന്ന് ഷൈനെ പിന്തുണച്ചായിരുന്നു രംഗത്ത് വന്നത്. തീർച്ചയായിട്ടും അത് ഈ കുടുംബം അങ്ങനെ രംഗത്ത് നിൽക്കുമ്പോൾ തൻ്റെ മകനോടുള്ള ഇഷ്ടം, ഒപ്പം തന്നെ മകൻ വളർന്നു, അല്ലെങ്കിൽ വലിയ പ്രശസ്തിയിലേക്ക് എത്തി. പക്ഷേ അതിൻ്റെ ഭാഗമായി എങ്ങനെയൊക്കെയോ ചില ലഹരി കേന്ദ്രങ്ങളിൽ അകപ്പെട്ടു. അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കണം. മകൻ ഉയർന്ന ആളാണ്, മകൻ വഴിയാണ് തങ്ങൾക്കിതെല്ലാം ഉണ്ടായത് എന്നുള്ള ആ ഒരു ചിന്ത ആ പിതാവിനും മാതാവിനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഷൈനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇത്തരത്തിലൊരു പ്രതിസന്ധി ഘട്ടത്തിൽ തൻ്റെ കുടുംബം ഒപ്പം നിന്നു. ചിലപ്പോൾ ചില കുടുംബങ്ങൾ അങ്ങനെ നിൽക്കണമെന്നില്ല. കാരണം ലഹരി ഉപയോഗിക്കുന്നു, ഞങ്ങൾക്കിനി മകനെ വേണ്ട എന്ന നിലപാടെടുക്കുന്ന മാതാപിതാക്കളും ഉണ്ട് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഷൈൻ ടോം ചാക്കോയെ കൂടെ നിർത്താൻ അവർ കാണിച്ച ആ ഒരു ഇഷ്ടവും അതൊക്കെ തന്നെ ഷൈനെയും കൂടുതൽ വേദനിപ്പിക്കും. മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഈ പിതാവിനും ഈ സ്വന്തം ജീവിതം ഹോമിക്കേണ്ടി വന്നതെന്നുള്ളത് ഷൈനും കുറച്ചു കാലത്തേക്കൊരു മാനസിക പ്രയാസം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിൽ നിന്നൊക്കെ മോചിതനായി ഷൈൻ വീണ്ടും പഴയതുപോലെ നല്ല ഒരു അഭിനേതാവായി സിനിമകളിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ വാഹനാപകടങ്ങൾ സംബന്ധിച്ച് ഒരുപാട് പരാതികൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ജഗദീഷ് ശ്രീകുമാറിൻ്റെ അപകടമാണെങ്കിലും ബാലഭാസ്കറിൻ്റെ അപകടമാണെങ്കിലും ഈ തമിഴ്നാട് സേലം പ്രദേശത്തൊക്കെ നിരന്തരം ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു. അത് മറ്റെന്തെങ്കിലും അപകടങ്ങൾ വരുത്തുന്നതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ അന്വേഷണം വേണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.